വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വയറൽ. ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ള കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫംഗ്ഷനാലിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മാത്രമേ ഈ വീഡിയോയിലേക്ക് കടക്കാൻ പാടുള്ളൂ. ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളും പ്രാക്ടീസ് ചെയ്ത് നോക്കുക, സ്വന്തമായിട്ട് ചെയ്ത് നിങ്ങളുടെ ഗിറ്റബിൽ ഒരു റെപ്പോസിറ്ററി ഉണ്ടാക്കി അതിലേക്ക് പുഷ് ചെയ്യണം. അതേപോലെ തന്നെ എല്ലാം പ്രാക്ടീസ് ചെയ്തിട്ട് ഏതെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും ഒരു കോഡ് ചെയ്തത് എന്തിനാണ്, അതിന്റെ ലോജിക് എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തോ അല്ലെങ്കിൽ ഈ യൂട്യൂബ് വീഡിയോയിൽ കമന്റ് ചെയ്തോ ഡൗട്ട് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം അടുത്ത വീഡിയോയിലേക്ക് കണ്ടിന്യൂ ചെയ്യാൻ പാടുള്ളൂ. ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം സോൾവിംഗ് ആണ്. അതായത് നമ്മളൊരു പ്രോബ്ലം ആണ് സോൾവ് ചെയ്യുന്നത്, ഒരു ബിസിനസ് കേസ് ആണ് സോൾവ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു യൂസറിന്റെ രീതിയിൽ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ആൾക്കാർക്ക് അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ തിങ്ക് ചെയ്യണം. അല്ലാതെ ഒരു ഡെവലപ്പറായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്താൽ പോരാ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പേജിനേഷൻ ഇംപ്ലിമെന്റ് ചെയ്തും എല്ലാ ഫംഗ്ഷനാലിറ്റിയും ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ അതിൽ വിടുന്ന മറ്റൊരു ഫംഗ്ഷനാലിറ്റിയാണ് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വേണം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു 1000 റെക്കോർഡ്സ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ അതിൽ നിന്നൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരാളെ എനിക്ക് കണ്ടെത്തണം. ജാസിം എന്ന് പറഞ്ഞ ഒരാളെ റെക്കോർഡ് എനിക്ക് കാണുന്നുണ്ടെങ്കിൽ കുറെ പ്രാവശ്യം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ പോയി ഒരുപാട് സമയം മണിക്കൂറുകളോളം വേസ്റ്റ് ചെയ്യുന്നതിന് പകരം ഒരു സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവിടെ എനിക്ക് ജാസിം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാ ജാസിമിന്റെ റെക്കോർഡ്സും കാണാനും അതിൽ ഏത് ജാസിമാണ് എന്നുള്ളത് എനിക്ക് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാനും പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു സെർച്ച് ഫംഗ്ഷനാലിറ്റി വേണം. അതാണ് ഈ ഒരു സെർച്ച് ഇങ്ങനെയാണ് വേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് ഏത് ഫീൽഡ് ആണ് സെർച്ച് ചെയ്യുന്നത് സെലക്ട് ചെയ്യാനുള്ള ഒരു ഡ്രോപ്പ് ഡൗൺ വേണം. അപ്പൊ ആ ഡ്രോപ്പ് ഡൗണിൽ നമ്മൾ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ, സാലറി, ഡിപ്പാർട്ട്മെന്റ് ഈ 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെർച്ച് ടൈപ്പ്, അതായത് നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യത്തിൽ കണ്ടെയ്ൻസ് ആണോ, സ്റ്റാർട്ട് വിത്ത് ആണോ, എൻഡ് വിത്ത് ആണോ, ഈക്വൽ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ബിറ്റ്വീൻ, ഇങ്ങനെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് കണ്ടെയ്ൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ അൻഷാദ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് നെയിമിൽ അൻഷാദ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കണ്ടെയ്ൻസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ആ നെയിമിൽ എവിടെയെങ്കിലും തുടക്കത്തിലോ ലാസ്റ്റോ നടുക്ക് എവിടെയെങ്കിലും അൻഷാദ് ഉണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് കിട്ടും. സ്റ്റാർട്ട് വിത്ത് എന്ന് പറയുമ്പോൾ അൻഷാദ് പേര് തുടങ്ങുന്നവര്, എൻഡ് വിത്ത് എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഒരു പേര് അൻഷാദിൽ അവസാനിക്കുന്നവര്. ഈക്വൽ എന്ന് പറയുന്നത് നമ്മൾ എക്സാക്ട് കൊടുക്കും. ഇപ്പൊ അൻഷാദ് വട്ടപ്പോയിൽ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് നെയിം അൻഷാദ് വട്ടപ്പോയിൽ തന്നെ ഫുൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈക്വൽ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും. അല്ലെങ്കിൽ ഈക്വൽ ഞാൻ അൻഷാദ് എന്ന് മാത്രം സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ എനിക്ക് ഈ അൻഷാദും കിട്ടും. 3 അൻഷാദല്ലേ, 3 കിട്ടും. പക്ഷെ അൻഷാദ് അപ്ഡേറ്റഡ് കിട്ടില്ല, അത് ഈക്വൽ അല്ല. പിന്നെ ഗ്രേറ്റർ ദാനും ലെസ് ദാനും നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ സാലറി സെർച്ച് ചെയ്യുമ്പോഴാണ്. പിന്നെ ബിറ്റ്വീനും അതേപോലെ തന്നെ സാലറി സെർച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ ആ ഓപ്ഷൻസ് നമുക്ക് ചൂസ് ചെയ്യാൻ ഫസ്റ്റ് നെയിം ആണെങ്കിലും ഉണ്ട്. അത് വേണമെങ്കിൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് ഓപ്ഷൻസ് ഹൈഡ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ തൽക്കാലം നമ്മൾ ആ ഓപ്ഷൻസ് എല്ലായിടത്തും കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബിറ്റ്വീൻ ആണ് കൊടുക്കുന്നതെങ്കിൽ ബിറ്റ്വീൻ കൊടുക്കുമ്പോൾ 2 വാല്യൂ കൊടുക്കണം. അതായത് ഈ വാല്യൂന്റെ ഇടയ്ക്കുള്ളത് എന്നുള്ളത്. അപ്പോൾ സെർച്ച് വാല്യൂ പിന്നെ അതേപോലെ തന്നെ ഒരു സെക്കൻഡ് വാല്യൂ കൊടുക്കണം. ഇവിടെ ഒരു UI ഇഷ്യൂ ഉണ്ട്, നമുക്ക് പിന്നീട് ഫിക്സ് ചെയ്യാം. അപ്പോൾ എന്താണ് ഇവിടെ വേണ്ടത്, ഒരു സാലറി 10,000-നും 20,000-നും ഇടയ്ക്ക് സാലറി ഉള്ളവരെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. അങ്ങനെ ഒരു റിക്വയർമെന്റ് ഉണ്ടാവും യൂസേഴ്സിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന്. അപ്പൊ ബിറ്റ്വീൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് നമ്മൾ ഒരു ഫീൽഡും കൂടെ എനേബിൾ ചെയ്യാണ്. എന്നിട്ട് അതിൽ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ. ലെസ് ദാൻ ആണെങ്കിൽ ആ ഫീൽഡ് ഇല്ല, ഈക്വൽ ആണെങ്കിലും ആ ഫീൽഡ് ഇല്ല, ബിറ്റ്വീൻ ആണെങ്കിൽ മാത്രമേ ആ ഫീൽഡ് വരുന്നുള്ളൂ. അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്, അതിന്റെ ഫംഗ്ഷനാലിറ്റി എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്ക് ഈ ഫംഗ്ഷനാലിറ്റി ചെയ്യാൻ ആദ്യം വേണ്ടത് ഈ ഫീൽഡ്സ് സെർച്ച് ചെയ്യാനുള്ള ഈ ഒരു കമ്പോണൻസ് ഫ്രണ്ട് എൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഫ്രണ്ട് എൻഡിന്റെ കോഡിലേക്ക് പോവാം. ഫ്രണ്ട് എൻഡിന്റെ കോഡിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മൾ സെർച്ച്, സോർട്ടിങ്, എല്ലാത്തിനുള്ള പേജിനേഷനുള്ള എല്ലാ വേരിയബിൾസ് എടുത്തിട്ട് ടോപ്പിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ പേജ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേപോലെ സോർട്ടും ഓർഡറും മൂവ് ചെയ്തു. പിന്നെ സെർച്ച് ഫീൽഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഏത് ഫീൽഡാണ് സെർച്ച് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ അതിന്റെ നെയിം കൊടുത്തിട്ടുള്ള സെർച്ച് ഫീൽഡ് ഇങ്ങനെ ക്യാമൽ കേസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് അണ്ടർസ്കോർ ആണെങ്കിൽ യൂസ് ചെയ്യാം. ജസ്റ്റ് രണ്ടും പോസിബിൾ ആണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇതിന് ക്യാമൽ കേസ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സെർച്ച് ഫീൽഡ് ഗെറ്റ് ഓഫ് സെർച്ച് ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടെങ്കിൽ ആ ഗെറ്റ് ഓഫ് സെർച്ച് ഫീൽഡ്, അല്ലെങ്കിൽ നള്ള്. പിന്നെ സെർച്ച് ടൈപ്പ്, ആ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് ടൈപ്പ് കണ്ടെയ്ൻ ആണോ അല്ലെങ്കിൽ സ്റ്റാർട്ട് വിത്ത് ആണോ ഏതാണ് വേണ്ടതെന്നുള്ളത് അതിനും ഇതേപോലെ കണ്ടീഷൻ ഇട്ടിട്ട് ടെർണറി ഓപ്പറേറ്റർ ഇട്ടിട്ട് ഇല്ലെങ്കിൽ നള്ള് എടുക്കും. പിന്നെ സെർച്ച് വാല്യൂനും ഇതേപോലെ തന്നെ നള്ള്. പിന്നെ സെർച്ച് വാല്യൂ 2, ബിറ്റ്വീൻ ആകുമ്പോൾ 2 വാല്യൂ ഉണ്ടാവില്ല, അതിന് പേര് സെർച്ച് വാല്യൂ 2 ആണ്. അപ്പൊ അത്രയും ആ വേരിയബിൾസ് ഒക്കെ ടോപ്പിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു ഫോം, ആ ഒരു റോ വരാൻ വേണ്ടിയിട്ട് ഡിവ് റോ ഇട്ടു. അതിന് മാർജിൻ ടോപ്പ് 4, മാർജിൻ ബോട്ടം 2 ഇട്ട് കുറച്ച് സ്പേസിങ്ങിന് വേണ്ടിയിട്ട് ആഡ് എംപ്ലോയി എന്ന് പറഞ്ഞ ബട്ടന്റെ ആ ഒരു ഡിവ് കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് ഒരു കോളം ആക്കിയിട്ട് ആ കോളത്തിനുള്ളിൽ നമ്മൾ ഫോം ഇട്ടിട്ടുണ്ട്. ആക്ഷൻ എംറ്റി, അതായത് ഈ പേജ് തന്നെയാണ് അത് ആക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ കാണിക്കാൻ വേണ്ടിയിട്ട് എംറ്റി കൊടുത്തു. മെത്തേഡ് നമ്മൾ ഗെറ്റ്
ഗെറ്റ് ആണ് കൊടുത്തത്. അപ്പൊ ഇതൊരു സ്പെസിഫിക് ഒരു ഫോം ആണ്. എന്നിട്ട് അതിൽ നമുക്ക് സെർച്ച് ബട്ടൺ ഉണ്ട്. അപ്പോ ആ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള സോർട്ടും ഓർഡറും പേജും നമുക്ക് കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഫോമിനുള്ളത് നമ്മൾ ഇൻപുട്ട് ഹിഡൻ ഫീൽഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. URL ആണെങ്കിൽ നേരത്തെ ചെയ്ത പോലെ നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഒരു ഫോം ആയതുകൊണ്ട് ഫോമിൽ നമുക്ക് വേറെ ഏതെങ്കിലും വാല്യൂസ് പാസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഹിഡൻ ഫീൽഡ് ഇടാം. ഹിഡൻ ഫീൽഡ് ഇട്ടിട്ട് അതിന് അതേ നെയിം കൊടുക്കണം. സോർട്ട്, ഓർഡർ, പേജ്, എന്നിട്ട് അതിന്റെ വാല്യൂ ആ വേരിയബിൾസ് സെറ്റ് ചെയ്യണം. വേരിയബിൾസ് ടോപ്പിലായത് നമുക്ക് ഇവിടെ കിട്ടും. എന്നിട്ട് നമ്മൾ ആ UI കമ്പോണൻസിൽ എല്ലാം കൂടെ ഒരുമിച്ച് ഇതേപോലെ സ്പേസ് ഒന്നും ഇല്ലാതെ ഒറ്റൊരു ഫീൽഡ് പോലെ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട്, സെർച്ച് ഒക്കെ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇൻപുട്ട് ഗ്രൂപ്പ് കൊടുക്കുന്നത്. ഇപ്പോൾ div ക്ലാസ് ഇൻപുട്ട് ഗ്രൂപ്പ് കൊടുത്തിട്ട് അതിൽ ഒരു ഇൻപുട്ട് കമ്പോണന്റ് കൊടുത്തു കഴിഞ്ഞാൽ div ഒന്നും ഇല്ലാതെ ഇൻപുട്ട് കമ്പോണന്റ് ഡയറക്റ്റ് കൊടുക്കുക. അപ്പോൾ ഒരുമിച്ച് നിൽക്കും. അപ്പൊ സെലക്ട്, അതിൽ ഫോം സെലക്ട് എന്നാണ് ബൂട്ട്സ്ട്രാപ്പിന്റെ ക്ലാസ്സിന്. ഇവിടെ സെർച്ച് ഫീൽഡ് ക്യാമൽ കേസ് മുകളിൽ നിങ്ങൾ കൊടുത്ത അതേ നെയിം ആയിരിക്കണം ഇവിടെയും കൊടുക്കുന്നത്. എന്നിട്ട് അതിന്റെ ഉള്ളിൽ നമ്മൾ വാല്യൂ, ഓപ്ഷന്റെ ഓരോ വാല്യൂ, ഫസ്റ്റ് നെയിം നമ്മൾ ഡാറ്റാബേസിൽ കൊടുത്ത നെയിമാണ് ഉപയോഗിക്കേണ്ടത് വാല്യൂ. പിന്നെ ഈ ഫസ്റ്റ് നെയിം എന്ന് പറയുന്നത് യൂസറിന് കാണുന്നത് എന്താണ്, കാണേണ്ടത് എന്താണെന്നുള്ളത് ഫസ്റ്റ് നെയിം എന്ന് ക്യാപിറ്റൽ കേസൊക്കെ ആക്കി പ്രോപ്പർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് നെയിം, ഇമെയിൽ, സാലറി, ഡിപ്പാർട്ട്മെന്റ്, എല്ലാ ഓപ്ഷൻസും നമ്മൾ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് സെർച്ച് ടൈപ്പ് ഏതാണ് വേണ്ടെന്നുള്ളതും ഇതേപോലെ തന്നെ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻസും അതിന്റെ വാല്യൂസും കൊടുത്തിട്ടുണ്ട്. അതേപോലെ അതിന്റെ നെയിം, സെർച്ച് ടൈപ്പ് ക്യാമൽ കേസിലാണ് കൊടുത്ത ഒരു ID ഉണ്ട്. പിന്നെ അതേപോലെ ഓൺ ചേഞ്ച് ടോഗിൾ ബിറ്റ്വീൻ ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ അവിടുന്ന് കോൾ ചെയ്യുന്നുണ്ട്. ആ ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഫയൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫംഗ്ഷൻ ടോഗിൾ ബിറ്റ്വീൻ ഇൻപുട്ട് അവിടെ എന്താണ് ചെയ്യുന്നത്? സെർച്ച് ടൈപ്പിന്റെ ഒരു വാല്യൂ എടുക്കുകയാണ്. കോൺസ്റ്റ് സെർച്ച് ടൈപ്പ് ഈക്വൽ ടു ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID ഓഫ് സെർച്ച് ടൈപ്പ്. അത് എവിടെയാണ്? നമുക്ക് സെർച്ച് ടൈപ്പിന് ID ഉണ്ട്. അപ്പോൾ ഇതിന്റെ സെർച്ച് ടൈപ്പ് എടുക്കും. എന്നിട്ട് ഡോട്ട് വാല്യൂ, അതിന്റെ വാല്യൂ ഏതാണെന്നുള്ളത് എടുക്കുക. എന്നിട്ട് ബിറ്റ്വീൻ ഇൻപുട്ട് എടുക്കും. ബിറ്റ്വീൻ ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID ബിറ്റ്വീൻ വാല്യൂ. ബിറ്റ്വീൻ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. ID ബിറ്റ്വീൻ വാല്യൂ എന്ന് പറഞ്ഞൊരു ഇൻപുട്ടാണ്, ലാസ്റ്റ് ഇൻപുട്ട്. അതിന്റെ സ്റ്റൈല് ബൈ ഡീഫോൾട്ട് എന്താണ്? ഇൻലൈൻ സ്റ്റൈൽ കൊടുത്തത് ഡിസ്പ്ലേ നണ്ണ്. അതായത് തുടക്കത്തിൽ അത് ഹിഡൻ ആയിരിക്കും, അതിനാണ് ഡിസ്പ്ലേ നണ്ണ് എന്ന് കൊടുത്ത സ്റ്റൈല്. അതിന്റെ നെയിം സെർച്ച് വാല്യൂ 2 ആണ്. അതിന്റെ പ്ലേസ് ഹോൾഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പ്ലേസ് ഹോൾഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻപുട്ടിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പ് കാണിക്കുന്ന ടെക്സ്റ്റ് ആണ് പ്ലേസ് ഹോൾഡർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ബൈ ഡീഫോൾട്ട് ഹിഡൻ ആയിരിക്കും. അതിന് ID ബിറ്റ്വീൻ വാല്യൂ ഉണ്ട്. അപ്പൊ അതെന്ത് ചെയ്യും? ആ ഒരു വാല്യൂ, ആ ഒരു എലമെന്റ് സെലക്ട് ചെയ്യും. എന്നിട്ട് ബിറ്റ്വീൻ ഇൻപുട്ട് ഡോട്ട് സ്റ്റൈൽ ഡോട്ട് ഡിസ്പ്ലേ ഈക്വൽ ടു, എന്നിട്ട് എന്താണ്? ഡിസ്പ്ലേ നണ്ണ് എന്ന് പറഞ്ഞാൽ ഹിഡൻ ആയിരിക്കും, ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കും. അപ്പൊ അത് സ്വിച്ച് ആവേണ്ടി നമ്മൾ നോക്കണം. സെർച്ച് ടൈപ്പിന്റെ വാല്യൂ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. സെർച്ച് ടൈപ്പ് ട്രിപ്പിൾ ഈക്വൽ ടു ബിറ്റ്വീൻ. അതായത് സെർച്ച് ടൈപ്പ് ബിറ്റ്വീൻ ആണെങ്കിൽ എന്താണ്? ബ്ലോക്ക്, അല്ലെങ്കിൽ എന്താണ്? നൺ. അപ്പൊ അത് ടോഗിൾ ആവും. അപ്പൊ ആ ഒരു ഫംഗ്ഷനാലിറ്റിയാണ് ജാവാസ്ക്രിപ്റ്റിൽ എഴുതി വെച്ചിട്ടുള്ളത്. അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന എവിടെയാണ്? ഈ ഡ്രോപ്പ് ഡൗണിന്റെ ഓൺ ചേഞ്ചിലാണ്. ഓൺ ചേഞ്ച് എന്ന C ക്യാപ്സ് അല്ല, സ്മോൾ ആണ്. ഓൺ ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ ഡ്രോപ്പ് ഡൗണിന്റെ വാല്യൂ, അതായത് സെർച്ച് ടൈപ്പിന്റെ വാല്യൂ ചേഞ്ച് ആകുമ്പോൾ ഈ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവും. അപ്പൊ എന്തായാലും ബിറ്റ്വീൻ ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ തന്നെ ആ ഒരു സെക്കൻഡ് വാല്യൂ എൻ്റർ ചെയ്യാനുള്ള ഫീൽഡ് ഡിസ്പ്ലേ ആവും. അല്ലെങ്കിലോ അത് ഉണ്ടെങ്കിൽ ഹൈഡ് ആവും. അതാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് സെർച്ച് വാല്യൂ എൻ്റർ ചെയ്യാനുള്ള ഒരു ബൈ ഡിഫോൾട്ട് ഫസ്റ്റ് വാല്യൂ എൻ്റർ ചെയ്യാനുള്ള ഫീൽഡ് ഉണ്ട്. പിന്നെ നമ്മളെ സെർച്ച് ബട്ടൺ ഉണ്ട്. അതിന്റെ ടൈപ്പ് സബ്മിറ്റ് ആണ്. സബ്മിറ്റ് കൊടുത്തത് കൊണ്ട് എന്തായിരിക്കും? ആ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഫോം സബ്മിറ്റ് ആവും. ഫോം സബ്മിറ്റ് ആകുമ്പോൾ എന്തോരും? ഈ ഒരു പേജ് ഇൻഡെക്സിന്റെ URL ഈ ഡാറ്റയൊക്കെ അപ്പൻഡ് ആയി വരും. അതായത് സോർട്ട്, ഓർഡർ, പേജ്, നമ്മൾ കൊടുത്ത എല്ലാ സാധനങ്ങളും URL അപ്പൻഡ് ആയിട്ട് വരും. URL അപ്പൻഡ് ആയിട്ട് വരുമ്പോൾ എന്തോരും? ആ ഡാറ്റ ഒക്കെ ഈ വേരിയബിൾസിൽ സ്റ്റോർ ആവും. പേജിൽ എല്ലാ വേരിയബിൾസും സ്റ്റോർ ആവും. കാരണം ഗെറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. സ്റ്റോർ ആവും. തുടക്കുമ്പോൾ താഴോട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റോർ ആയിട്ട് എന്ത് പറ്റും? അത് നമ്മൾ പിന്നെ സോർട്ടിങ്ങിന്റെ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. സോർട്ടിങ്ങിന് നമ്മൾ സോർട്ടും പേജും അതേപോലെ തന്നെ സെർച്ച് ഫീൽഡ്, സെർച്ച് ടൈപ്പ്, പിന്നെ സെർച്ച് വാല്യൂ 2 എല്ലാം നമ്മളിവിടെ പാസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കാണാം, എല്ലാ സെർച്ച് വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? URL എൻകോഡും കൂടെ ചെയ്യുന്നുണ്ട്. ഒന്ന് എൻകോഡ് ചെയ്യാണ്. എന്തെങ്കിലും സ്പേസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻകോഡ് ചെയ്ത് വിടാൻ വേണ്ടിയിട്ടാണ് URL എൻകോഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അതിൽ മൗസ് ഓവർ ചെയ്താൽ കാണാം എന്താണ് ഫംഗ്ഷൻ. URL encodes a string in which all non-alphanumeric characters except എന്താണ് hyphen underscore dot have been replaced with a percent sign followed by 2 hex digits. അപ്പൊ അത് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ആണ് URL encode എന്നുള്ളത്. അപ്പൊ അത് നമ്മൾ സോർട്ടിങ്ങിന്റെ എല്ലാ URLനും പാസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണ്? സോർട്ടിങ്ങിന്റെ കൂടെ സെർച്ചും കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാസ് ചെയ്തത്. പിന്നെ താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പേജിനേഷൻ ഉണ്ട്. പേജിനേഷന്റെ അവിടെയും നമ്മൾ ഇതേപോലെ തന്നെ സെർച്ചിന്റെ ഫീൽഡും സെർച്ച് ടൈപ്പും വാല്യൂ 2 നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ സെർച്ചിലും പാസ് ചെയ്തു,
അതേപോലെ തന്നെ സോർട്ടിൽ പാസ് ചെയ്തു, പേജിനേഷനിലും പാസ് ചെയ്തു. 3 സ്ഥലത്ത് നമുക്ക് 3 ഫംഗ്ഷനാലിറ്റിക്കുള്ള വേരിയബിൾസ് നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഞാൻ ഫസ്റ്റ് പേജിൽ വന്നു. അപ്പൊ അവിടെ പേജിനേഷനോ സോർട്ടിങ് ഒന്നുമില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് സെർച്ച് മാത്രം ചെയ്യാം. ഫസ്റ്റ് നെയിം ആണ് ബൈ ഡിഫോൾട്ട് സെലക്ട് ആയിട്ട് കണ്ടെയ്ൻ സെർച്ച് വാല്യൂന്റെ അവിടെ ഞാൻ അൻഷാദ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. സെർച്ച് ക്ലിക്ക് ചെയ്തു. സെർച്ച് ക്ലിക്ക് ചെയ്തപ്പോൾ ഫസ്റ്റ് URL നോക്കാം. സോർട്ട് ഈക്വൽ ടു എന്താണ്, അവിടെ ഒന്നും വന്നിട്ടില്ല. സോർട്ടിന് ഒന്നും വന്നിട്ടില്ല. കാരണം നമ്മൾ നള്ളാണ് കൊടുത്തത്. കാരണം ഒന്നും സോർട്ട് ചെയ്യുന്നില്ല. ഓർഡർ അസെൻഡിങ് ആണ്. പേജ് ഈക്വൽ ടു 1 ബൈ ഡിഫോൾട്ട് 1 എന്നാണ് പേജ് വന്നു. സെർച്ച് ഫീൽഡ് ഏതാണ്, ഫസ്റ്റ് നെയിം ആണ് നമ്മൾ സെർച്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ സെർച്ച് ടൈപ്പ് കണ്ടെയ്ൻസ് ആണ്. സെർച്ച് വാല്യൂ അൻഷാദ് എന്നാണ്. സെർച്ച് വാല്യൂ ടു എംപ്റ്റി ആണ്, അതായത് നള്ളാണ്. അപ്പൊ ഇത്രയാണ് സെർച്ചിൽ നമ്മൾ പാസ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് എന്തായിട്ടില്ല, സെർച്ച് ആയിട്ടില്ല. എനിക്കിവിടെ ബൈ ഡിഫോൾട്ട് എല്ലാ റെക്കോർഡ്സും കാണിക്കുന്നുണ്ട്. അൻഷാദ് അല്ലാത്ത ജോൺ ഡു കാണിക്കുന്നുണ്ട്, മറ്റുള്ള റെക്കോർഡ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ സെർച്ച് ഫംഗ്ഷനാലിറ്റി വർക്കിംഗ് ആയിട്ടില്ല. നമ്മൾ UI കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ ബാക്ക് എൻഡ് കോഡ്, നല്ല അഡ്വാൻസ്ഡ് കോഡാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ നിങ്ങൾ മുമ്പത്തെ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് പോകാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഫംഗ്ഷൻ ലിസ്റ്റ് ഓൾ ഫംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ സോർട്ട് ഓർഡർ ഒക്കെ പാസ് ചെയ്തതിനു ശേഷം സെർച്ച് ഫീൽഡ് നള്ള്, സെർച്ച് ടൈപ്പ് നള്ള്, സെർച്ച് വാല്യൂ നള്ള്, സെർച്ച് വാല്യൂ ടു നള്ള്, ഇങ്ങനെ ആർഗ്യുമെന്റ്സ് കൂടെ നമ്മൾ പാരാമീറ്റേഴ്സ് കൂടെ ഡിഫൈൻ ചെയ്ത് വെച്ചു. അതായത് ഈ ഫംഗ്ഷൻ എത്രയും കൂടെ പാരാമീറ്റേഴ്സ്, ഓപ്ഷണൽ പാരാമീറ്റേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള പാസ് ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ഉള്ള കോഡൊക്കെ അങ്ങനെ തന്നെ. അതിന്റെ കൂടെ നമ്മൾ ക്വറി കഴിഞ്ഞതിന് ശേഷം, ക്വറി ഇവിടെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം, ക്വറിന്റെ ഒരു വേരിയബിൾ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബൈൻഡ് ടൈപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രിംഗ് വേരിയബിൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ബൈൻഡ് വാല്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അറേ വേരിയബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈനാമിക് ആയിട്ട് നമുക്ക് ബൈൻഡ് ചെയ്യുന്ന, നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്ത് ഫീൽഡ് കൊടുക്കുന്നുണ്ടല്ലോ, അതിനി ഡൈനാമിക് ആയിട്ടുണ്ട്. കാരണം ലിമിറ്റേഷൻ ഉണ്ട്, പിന്നെ അതേപോലെ സെർച്ചിനുണ്ട്, പേജിനേഷൻ ഉണ്ട്. അപ്പൊ ഇതൊക്കെ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പിനേഷൻ ആയിട്ട് വരും. ചില സമയത്ത് പേജിനേഷൻ ഉണ്ടാവില്ല, സെർച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഒക്കെ എത്രത്തോളം ഏതൊക്കെ വേണം എന്നുള്ളത് അറിയാൻ വേണ്ടി. പിന്നെ വാല്യൂ ടു എന്നുള്ളത് ബിറ്റ്വീൻ ആണെങ്കിൽ മാത്രമേ വരുള്ളൂ. അപ്പൊ ഏതൊക്കെ വാല്യൂസ് ആണ് ബൈൻഡ് ചെയ്യേണ്ട, ക്വസ്റ്റ്യൻ മാർക്ക് തൊട്ട് ബൈൻഡ് പാരാമീറ്റേഴ്സിൽ കൊടുക്കേണ്ടത് എന്നുള്ള സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 2 വേരിയബിൾ. ബൈൻഡ് ടൈപ്സ് സ്ട്രിംഗ് ഐ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നില്ലേ, ആ ഒരു സ്ട്രിംഗ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളൊരു ഇഫ് കണ്ടീഷൻ ഇട്ടു, ഇഫ് നോട്ട് എംപ്റ്റി ഓഫ് സെർച്ച് ഫീൽഡ്. അതായത് സെർച്ച് ഫീൽഡ് എംപ്റ്റി അല്ലെങ്കിൽ, അതിന്റെ അർത്ഥം സെർച്ച് ഫീൽഡ് നമ്മൾ സെർച്ച് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആൻഡ് നോട്ട് എംപ്റ്റി സെർച്ച് വാല്യൂ എംപ്റ്റി അല്ലെങ്കിൽ, ആൻഡ് ഇൻ അറേ ഓഫ് സെർച്ച് ഫീൽഡ്. ഈ ഇൻ അറേ നമ്മൾ നേരത്തെ ഉപയോഗിച്ചതാണ്. അപ്പൊ ഇവിടെ ട്രൂ ആയിട്ട് ചെക്ക് ചെയ്യണം. ഇൻ അറേ സെർച്ച് ഫീൽഡ് എന്ന് പറയുന്നത് നമ്മൾ പാസ് ചെയ്തിട്ടുള്ള ഫീൽഡ് ഈ അറേയിൽ, രണ്ടാമത് അറേ നമ്മൾ ഡയറക്റ്റ് വേരിയബിളിന് പകരം ഡയറക്റ്റ് ഇവിടെ പാസ് ചെയ്യാണ്. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ, സാലറി, ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ പാസ് ചെയ്യുന്ന ഫീൽഡ് ഈ അറേയിൽ പെട്ട ഏതെങ്കിലും ഒന്നാണെങ്കിൽ മാത്രം. അങ്ങനെ ആണെങ്കിൽ ഈഫ് കണ്ടീഷൻ്റെ ഉള്ളിൽ കയറും. ഈഫ് കണ്ടീഷൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ PHP യിൽ പഠിച്ചിട്ടുള്ള സ്വിച്ച് കേസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സ്വിച്ച് സെർച്ച് ടൈപ്പ്. അപ്പോൾ ഈ സെർച്ച് ടൈപ്പ് സ്വിച്ചിലേക്ക് പാസ് ചെയ്യുമ്പോൾ പിന്നെ അതിന്റെ ഓരോ വാല്യൂവിനെ ബേസ് ചെയ്ത് നമുക്ക് കേസ് കണ്ടീഷൻ എഴുതാൻ പറ്റും. അപ്പൊ സെർച്ച് ടൈപ്പ് പലതും ഉണ്ടാവും. കണ്ടെയ്ൻസ് ഉണ്ടാവും, സ്റ്റാർട്ട് വിത്ത് ഉണ്ടാവും. അപ്പൊ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്തത് എഴുതാൻ പോകുന്നത്. അപ്പൊ സ്വിച്ചിന്റെ കേളി ബ്രേസ് ഓപ്പൺ ചെയ്തതിനു ശേഷം അതിൽ കേസ് ഇട്ടു. അതായത് അതിന്റെ വാല്യൂ സ്ട്രിംഗ് ആയിട്ടുള്ള കണ്ടെയ്ൻസ് ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, കൊറി ഡോട്ട് ഈക്വൽ ടു, നമ്മൾ കൊറി നേരത്തെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സെലക്ട് സ്റ്റാർ ഫ്രം ടേബിളിലെ. അപ്പൊ അതിൽ ഓർഡറിന്റെയും പേജിനേഷന്റെ ലിമിറ്റിന്റെ ഒക്കെ മുമ്പാണ് സെർച്ച് വരേണ്ടത്, വേർ കണ്ടീഷൻ വരേണ്ടത്. വേർ ആണ് വേണ്ടത്. നമുക്കൊരു ഡാറ്റ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ എന്താണ് ഉപയോഗിക്കുന്നത്, MySQL അല്ലെങ്കിൽ SQL വേർ എന്ന് പറഞ്ഞ കണ്ടീഷൻ, വേർ കണ്ടീഷൻ ആണ് ഉപയോഗിക്കുന്നത്. വേർ ID ഈക്വൽ ടു 1 ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പൊ വേർ കണ്ടീഷനിൽ ഒരുപാട് വേർ കണ്ടീഷൻ വരും. അപ്പൊ അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. കൊറി ഡോട്ട് ഈക്വൽ ടു സ്പേസ് ഇട്ടിട്ട് വേർ സെർച്ച് ഫീൽഡ്, അതായത് ഫസ്റ്റ് നെയിം ലൈക്ക് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇവിടെ ഒരു വേരിയബിൾ ആണ്, ഇവിടെ ബൈൻഡ് ചെയ്യേണ്ടത്. അപ്പം ബൈൻഡ് ടൈപ്സ് അവിടെ സ്ട്രിംഗ് ആണ് അല്ലെ. ഒരു ഫീൽഡിന്റെ ആ ഒരു വാല്യൂ, നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂ എന്തായിരിക്കും, സ്ട്രിംഗ് ആയിരിക്കും. അപ്പോൾ S എന്നുള്ളത് കൊടുത്തു. ബൈൻഡ് ടൈപ്സ് എന്ന് പറഞ്ഞാൽ ആ വേരിയബിളിൽ ഇപ്പോൾ S വരും, ഡോട്ട് ഈക്വൽ ടു എന്നാണ്. എന്നിട്ട് സെർച്ച് വാല്യൂ ഈക്വൽ ടു എന്താണ്, വാല്യൂല് നമുക്ക് എന്താണ് വേണ്ടത്, നമ്മൾക്ക് ഒരു വാല്യൂ കണ്ടെയ്ൻസ്, അതായത് ഒരു സ്ട്രിംഗിൽ എവിടെയെങ്കിലും നമ്മൾ സെർച്ച് ചെയ്യുന്ന ഒരു വാല്യൂ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈക്ക് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ആണ് യൂസ് ചെയ്യുന്നത് MySQL. എന്നിട്ട് ലൈക്ക് ഈക്വൽ ടു ആ വാല്യൂവിന് അപ്പുറത്തും ഇപ്പുറത്ത് ഒരു പെർസെന്റേജ് സിമ്പിൾ ഇട്ടിട്ട് അതിന്റെ ഉള്ളിൽ വേണം കൊടുക്കാൻ. അപ്പൊ പെർസെന്റേജ് തുടക്കത്തിൽ ഇട്ടു, പെർസെന്റേജ് ലാസ്റ്റ് ഇട്ടു, ഇതിന്റെ ഉള്ളിൽ അൻഷാദ്. ഇങ്ങനെ ഇവിടെ ഈ അൻഷാദ് എന്നാണെങ്കിൽ ലൈക്ക്
പെർസെൻറ്റേജ് അൻഷാദ് അങ്ങനെയാണ് ക്വറി കൊടുക്കുന്നെങ്കിൽ എന്തായിരിക്കും അതിന്റെ റിസൾട്ട് കണ്ടെയ്ൻസ് എവിടെ അതിന്റെ ഉള്ളിൽ എവിടെ ഉണ്ടെങ്കിലും അത് എടുത്തിട്ട് വരും. അപ്പൊ അതിനാണ് തുടക്കത്തിൽ ലാസ്റ്റ് പെർസെൻറ്റേജ് ലൈക്ക് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് അതിനാണ് MySQL ക്വറിയിൽ. അപ്പോൾ സെർച്ച് വാല്യൂ ഇതൊരു വേരിയബിൾ ആയതുകൊണ്ട് ആ വേരിയബിളിന്റെ വാല്യൂ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് PHP ഇങ്ങനെ കേളി ബ്രേസ് ഉപയോഗിച്ച് നമുക്ക് ഒരു സ്ട്രിങ്ങിന്റെ ഉള്ളിൽ വാല്യൂ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കേളി ബ്രേസ് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ജാവാസ്ക്രിപ്റ്റിലൊക്കെ നമ്മൾ ടെംപ്ലേറ്റ് ലിറ്ററൽ ബാക്ടിക്സ് ഉപയോഗിച്ചപ്പോൾ അതിന്റെ ഉള്ളിൽ ഡോളർ കേളി ബ്രേസ് ഉപയോഗിച്ചിരുന്നു. അതേപോലെ തന്നെ PHPയിൽ ഇങ്ങനെ കേളി ബ്രേസ് സ്ട്രിങ്ങിന്റെ ഉള്ളിൽ കേളി ബ്രേസ് ഇട്ട് ആ വേരിയബിൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ പ്രിന്റ് ആവും. അപ്പോൾ ഇതിന്റെ മീനിങ് എന്താ പെർസെൻറ്റേജ് അൻഷാദാണ് സെർച്ച് ചെയ്യുന്നെങ്കിൽ പെർസെൻറ്റേജ് എന്ന് വരും. അതെന്ത് ചെയ്യും ഈ അറയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, എന്നിട്ട് അതായിരിക്കും ഇവിടെ ഈ ക്വസ്റ്റ്യൻ മാർക്കിന് പകരം നമ്മൾ ബൈൻഡ് ചെയ്യുന്നത്. അപ്പൊ ബൈൻഡ് വാല്യൂസിൽ എന്ത് ചെയ്തു ഇതിന്റെ വാല്യൂ ആംപർസാൻഡ് സെർച്ച് വാല്യൂ. അപ്പൊ ഇതിലുള്ള വാല്യൂ അതിന്റെ റെഫറൻസ് ആണ് ഈ ഒരു അറയിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ബൈൻഡ് വാല്യൂസ് ഓഫ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഇൻഡെക്സ് ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇങ്ങനെ വാല്യൂസ് ഓഫ് ഈക്വൽ ടു എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് ആ ക്വറി നമ്മൾ ബ്രേക്ക് കൊടുത്തു, അതായത് കേസ് ക്വറി അല്ല കേസ് സ്വിച്ച് കേസ് ബ്രേക്ക് ചെയ്തു, അത്ര മതി. ഇനി അടുത്തത് കേസ്, അതായത് ഈ സെർച്ച് ടൈപ്പ് സ്റ്റാർട്ട് വിത്ത് ആണെങ്കിൽ തുടക്കത്തിൽ അൻഷാദ് എന്നുള്ളത് നോക്കുകയാണെങ്കിൽ സെയിം ക്വറിയൊക്കെ ഇങ്ങനെ തന്നെ എസ് ഒക്കെ തന്നെ ബൈൻഡ് ടൈപ്പ്. പക്ഷെ ബൈൻഡ് സെർച്ച് വാല്യൂ എന്നുള്ളത് നമ്മൾ എന്ത് കൊടുക്കണം, നമ്മൾ ലാസ്റ്റ് ആയിരിക്കണം പെർസെൻറ്റേജ് കൊടുക്കേണ്ടത്. ഈ വാല്യൂ ഉള്ളത് പെർസെൻറ്റേജ്. അപ്പോൾ എന്താണ് സ്റ്റാർട്ട് വിത്ത് തുടക്കത്തിൽ ഇത് ഉണ്ടോ എന്നുള്ളതാണ് നോക്കുക. നേരത്തെ പോലെ തന്നെ ബൈൻഡ് വാല്യൂസിലേക്ക് സ്റ്റോർ ചെയ്തു, ആ കേസ് കണ്ടീഷൻ ബ്രേക്ക് ചെയ്തു. ഇനി എൻഡ് വിത്ത് ആണെങ്കിലോ ആ പെർസെൻറ്റേജ് തുടക്കത്തിൽ വരും. അപ്പൊ ഈ 3 കണ്ടീഷൻസ് പഠിച്ചു വെക്കണം. ലൈക്കില് പെർസെൻറ്റേജ് അപ്പുറത്തും ഇപ്പുറത്തും കൊടുത്തു കഴിഞ്ഞാൽ കണ്ടെയ്ൻസ് ആണ്, ലാസ്റ്റ് പെർസെൻറ്റേജ് ഇട്ട് കഴിഞ്ഞാൽ സ്റ്റാർട്ട് വിത്ത് ആണ്, ഇനി എൻഡ് വിത്തിന് പെർസെൻറ്റേജ് തുടക്കത്തിലാണ് വേണ്ടത്. ഇനി അടുത്തത് ഈക്വൽസ്, നമ്മൾ പാസ് ചെയ്തത് ഈക്വൽസ് ആണ് കൊടുക്കുന്നെങ്കിൽ എന്താ സെർച്ച് ഫീൽഡ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്താൽ മതി. ലൈക്കിന്റെ ആവശ്യം അവിടെ വരുന്നില്ല. ഈക്വൽ ടു എന്ന് പറഞ്ഞ സിമ്പിൾ ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക. അപ്പൊ ആ വാല്യൂ അത് സ്ട്രിംഗ് ആയിരിക്കും, അത് സെർച്ച് വാല്യൂ. ബൈൻഡ് വാല്യൂസ് എന്ന് പറഞ്ഞ അറയിലേക്ക് സ്റ്റോർ ചെയ്യുക ചെയ്യും. പിന്നെ ഗ്രേറ്റർ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇട്ടാൽ മതി, ബാക്കിയൊക്കെ സെയിം തന്നെ. പിന്നെ ലെസ് ദാൻ ആണെങ്കിലോ ലെസ് ദാൻ സിമ്പിൾ ഇട്ടാൽ മതി. ഇനി ബിറ്റ്വീൻ ആണെങ്കിലോ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ബിറ്റ്വീൻ ആണെങ്കിൽ നമ്മൾ ഒരു കണ്ടീഷൻ കൂടി ചെക്ക് ചെയ്യണം. സെർച്ച് വാല്യൂ നോട്ട് ഈക്വൽ ടു നൾ ആൻഡ് സെർച്ച് വാല്യൂ ടു നോട്ട് ഈക്വൽ ടു നൾ. അതായത് 2 സെർച്ച് വാല്യൂ പാസ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്താണ്. ഇല്ലെങ്കിൽ അത് ക്വറിയിൽ അപ്പെൻഡ് ചെയ്യില്ല. എന്നിട്ട് ക്വറിയിൽ എന്താണ് വേർ സെർച്ച് ഫീൽഡ് ബിറ്റ്വീൻ ആണ് കൊടുക്കുന്നത്. അതായത് ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ MySQL ഉള്ള കീവേഡ് ആണ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞ ഒരു കീവേഡ്. ബിറ്റ്വീൻ കൊടുത്തിട്ട് 2 വാല്യൂ കൊടുക്കണം, അതിൻ്റെ ഇടയിൽ ഒരു ആൻഡും ആണ്. ബിറ്റ്വീൻ ഫസ്റ്റ് വാല്യൂ ആൻഡ് സെക്കൻഡ് വാല്യൂ. അപ്പൊ ആ 2 വാല്യൂ ഉള്ളതുകൊണ്ട് ഇവിടെ ബൈൻഡ് ടൈപ്സിലാണ് 2 S ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബൈൻഡ് വാല്യൂസ് അറയിലേക്ക് ആ 2 വാല്യൂ നമ്മൾ ആഡ് ചെയ്യുന്നു. ആദ്യം സെർച്ച് വാല്യൂ ആഡ് ചെയ്തു, പിന്നെ സെർച്ച് വാല്യൂ 2 ആ ബൈൻഡ് വാല്യൂസ് എന്ന് പറഞ്ഞ അറയിലേക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ സോർട്ട് ബൈ അവിടെ തന്നെ ഉണ്ട്. പിന്നെ നമ്മളെ പേജിനേഷനിൽ ചെറിയൊരു ചേഞ്ച് ഉള്ളത്. ഇതേപോലെ ബൈൻഡ് വാല്യൂ നമ്മൾ ഇവിടെ യൂസ് ചെയ്യാണ്. ബൈൻഡ് ടൈപ്സ് എന്താണ്, ഇവിടെ നമുക്ക് 2 ഇന്റിജർ ആണ് പാസ് ചെയ്യുന്നത് ലിമിറ്റിന്. അതിന്റെ ബൈൻഡ് ടൈപ്സ് ഡോട്ട് ഈക്വൽ ടു ഐ എന്നുള്ളതൊന്നും. ബൈൻഡ് വാല്യൂസ് എന്താണ് ആ ഓഫ്സെറ്റും ഐറ്റം പെർ പേജും ആ ബൈൻഡ് വാല്യൂസിൽ അറയിലേക്ക് ആഡ് ചെയ്തു. ആ ഓർഡർ ഒക്കെ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അറയിലേക്ക് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് പ്രിപ്പയർ ചെയ്തതിനു ശേഷം നമ്മൾക്ക് ബൈൻഡ് ചെയ്യണം അല്ലെ. അപ്പൊ ബൈൻഡ് ടൈപ്സ് നോട്ട് ഈക്വൽ ടു എംറ്റി എന്ന് വെച്ചാൽ ബൈൻഡ് ടൈപ്സിൽ ഏതെങ്കിലും എസ്ഒ ഐ ഉണ്ടെങ്കിൽ അത് ബൈൻഡ് ചെയ്യണം, ഇല്ലെങ്കിൽ അത് ബൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് പേജിനേഷനും സോർട്ടിങ്ങും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ സെർച്ച് ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ബൈ ഡീഫോൾട്ട് അത് ബൈൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതിലുണ്ടെങ്കിൽ എന്താണ് ബൈൻഡ് പാരാംസ് കൂടെ SSII എന്നൊക്കെ കൊടുക്കുന്നതിന് പകരം ബൈൻഡ് ടൈപ്സ് എന്ന് പറഞ്ഞ വേരിയബിൾ ഇവിടെ കൊടുത്തു. അപ്പൊ അതിലെല്ലാ വേരിയബിൾസും വന്നിട്ടുണ്ടാവും. അപ്പൊ അത് നിങ്ങൾ ഓരോ സമയത്ത് എക്കോ ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ ജസ്റ്റ് എക്കോ ചെയ്യുക ബൈൻഡ് ടൈപ്സ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ വന്നിട്ടില്ല എന്നുള്ളത്. പിന്നെ നമുക്ക് ബൈൻഡ് വാല്യൂസ് എന്ന് പറയുന്നത് ഒരു അറയാണ്. അടുത്ത നമുക്ക് ബൈൻഡ് പാരാംസിൽ ഓരോ വേരിയബിൾസ് ആണ് പാസ് ചെയ്യേണ്ടത്. എത്ര SI ഉണ്ട് ആ വേരിയബിൾസ് ഒക്കെ കോമട്ട് പാസ് ചെയ്യണം. അപ്പൊ ബൈൻഡ് വാല്യൂസ് അറിയായതുകൊണ്ട് ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് സ്പ്രെഡ് ഓപ്പറേറ്റർ ഉണ്ടല്ലോ, അതേപോലെ തന്നെ PHPയിലുള്ള ഒരു സ്പ്രെഡ് ഓപ്പറേറ്റർ ആണ്. ട്രിപ്പിൾ ഡോട്ട് എന്നിട്ട് ആ വേരിയബിൾ കൊടുത്തു കഴിഞ്ഞാൽ ആ അറയിലുള്ള എല്ലാ വാല്യൂസും അവിടെ പ്രിന്റ് ആയിട്ട് വരും. അപ്പൊ എന്ത് ചെയ്യും, കോമ ഇട്ടിട്ട് അത് അവിടെ വരും. പിന്നെ എക്സിക്യൂട്ട് റിസൾട്ട്. അപ്പൊ ഇത്രയാണ് ചെയ്യുന്നത്. ഇതാണ് ഫംഗ്ഷനാലിറ്റി. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ഈ കൊറിയയിലാണ് ഒരു ഡിഫിക്കൽട്ടി ഉള്ളത്, അത് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം. അപ്പൊ ആ ഫംഗ്ഷനാലിറ്റി നമുക്ക് അവിടെ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ എന്ത് ആയിട്ടില്ല, ഇത് വർക്ക് ആയിട്ടില്ല. അപ്പൊ അത് എന്തുകൊണ്ട് വർക്ക് ആയിട്ടില്ല എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പൊ ചെക്ക് ചെയ്യേണ്ട ഏത് കൊറിയാണ് ജനറേറ്റ് ആയതെന്നുള്ളത് നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഇങ്ങനെയാണ് ഡീബഗ് ചെയ്യുന്നത്. നമ്മൾ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് എക്കോ ചെയ്തൊക്കെ നോക്കാം. എക്കോ കൊറി, ഞാനിവിടെ കൊറി എക്കോ ചെയ്യുന്നുണ്ട്. എന്നിട്ട്
സെർച്ച് അത് ഞാൻ സെർച്ച് വാല്യൂ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. ഞാൻ അവിടെ അൻഷാദ് എന്ന് കൊടുത്തിട്ട് സെർച്ച് കൊടുത്തു. യു ആർ എൽ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ട യു ആർ എൽ പോകുന്നുണ്ടോ, അതിലേക്ക് പോയാലല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സെർച്ച് ഫീൽഡ് ഫസ്റ്റ് സെർച്ചിൽ കണ്ടേ സെർച്ച് വാല്യൂ അൻഷാദ് യു ആർ എൽ ഒക്കെ പോകുന്നുണ്ട്. അപ്പൊ യു ആർ എല്ലും ഫോമും ഒക്കെ കറക്റ്റ് ആണ്, ഫോമിലല്ലേ നമ്മൾ കൊടുത്ത കറക്റ്റ് ആണ്. അത് പ്രോസസ് ചെയ്യുന്നിടത്താണ് പ്രശ്നം. അപ്പോൾ അവിടെ വന്നിട്ടുണ്ട് സെലക്ട് സ്റ്റാർട്ട് ഫ്രം എംപ്ലോയീസ് ലിമിറ്റ് ഇത് വന്നിട്ടുള്ളൂ. പേജിനേഷൻ വന്നിട്ടുണ്ട്. സോർട്ടിംഗ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല, അതുകൊണ്ട് സോർട്ടിംഗും ഇല്ല. പക്ഷെ സെർച്ച് വന്നിട്ടില്ല. അപ്പൊ അതെന്തുകൊണ്ടാണെന്നുള്ളത് നോക്കാം. അപ്പൊ എക്കോയിൽ അത് എത്തിയിട്ടില്ല. അതിന്റെ അർത്ഥം നമുക്ക് എന്താണ്, ഈ ഈഫ് കണ്ടീഷന്റെ ഉള്ളിൽ കയറിയിട്ടില്ല. അത് സെർച്ച് ഫീൽഡും സെർച്ച് വാല്യൂ ഒക്കെ എംപ്റ്റി ആയിട്ടാണ് വരുന്നത്. അപ്പൊ അത് വരുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒന്നും കൂടെ പ്രിന്റ് ചെയ്ത് നോക്കാം. സെർച്ച് ഫീൽഡ് നമുക്ക് എടുത്തിട്ട് അതും കൂടെ എക്കോ ചെയ്ത് നോക്കാം. എക്കോ ടെസ്റ്റ് ഓൺ സെർച്ച് ഫീൽഡ് ഒരു സ്ട്രിങ് ആയിട്ട് അങ്ങനെ പ്രിന്റ് ആവും. കൊടുത്തു നോക്കാം. അപ്പൊ സെർച്ച് ടോൺ അവിടെ ഒരു സ്പേസ് വേറെ ഒന്നും വാല്യൂ ഒന്നും വന്നിട്ടില്ല. അപ്പോ അത് നള്ളായിട്ടാണ് വരുന്നത്. അപ്പോ എവിടെ നിന്നാണ് നമ്മൾ സെർച്ച് ഫീൽഡ് കിട്ടുന്നത്? ഈ ഒരു ആർഗ്യുമെന്റ്, ഇതിനൊരു പാരാമീറ്റർ ആണിത്. ഈ പാരാമീറ്റർ പാസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആർഗ്യുമെന്റ് എന്ന് വിളിക്കുക. അപ്പൊ ഈ ഫംഗ്ഷൻ എവിടെ നിന്നാണ് കോൾ ചെയ്യുന്നത്? ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് എവിടെ നിന്നാണ് നോക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഗോ ടു റെഫറൻസസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് എവിടെ നിന്നാണ് ഫംഗ്ഷൻ വിളിക്കുന്നത് എന്നുള്ളത് കാണാൻ. വിളിക്കുന്നത് ഇൻഡെക്സിൽ എംപ്ലോയി ലിസ്റ്റോളിലാണ് വിളിക്കുന്നത്. അവിടെ പോയി നോക്കാം. അവിടെ നമ്മൾ ഈ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ പേജ് പാസ് ചെയ്യുന്നുണ്ട്, ഐറ്റം പെർ പേജ് സോർട്ട് ഓർഡർ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ആ സെർച്ചിന്റെ കാര്യങ്ങൾ നമ്മളിവിടെ പാസ് ചെയ്യുന്നില്ല. അതിന്റെ വേരിയബിൾസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. സെർച്ച് ഫീൽഡ് സെർച്ച് ടൈപ്പ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ പാസ് ചെയ്യുന്നില്ല. അതും കൂടെ കറക്റ്റ് പാസ് ചെയ്യാം. സെർച്ച് ഫീൽഡ് സെർച്ച് ടൈപ്പ് ആ ഓർഡർ ഫംഗ്ഷന്റെ ഓർഡർ നോക്കിയിട്ട് അതേപോലെ പാസ് ചെയ്യണം. അതിൽ ആ ഒരു സിഗ്നേച്ചർ നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ പറ്റും ആ ഓർഡർ എന്താണെന്നുള്ളത്. നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്യുന്നത് ഹൈലൈറ്റ് ആവുന്നിട്ടുണ്ട്. സെർച്ച് വാല്യൂ ആണ് അടുത്തത് എക്സ്പെക്ട് ചെയ്യുന്നത്, ആ ഫംഗ്ഷൻ എക്സ്പെക്ട് ചെയ്യുന്നത് സെർച്ച് വാല്യൂ. അടുത്തത് എക്സ്പെക്ട് ചെയ്യുന്നത് വാല്യൂ 2 ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ഉള്ള വേരിയബിളിന്റെ പേരും വാല്യൂ 2 തന്നെയാണ്. സെർച്ച് വാല്യൂ 2. അപ്പൊ അത്രയും പാസ് ചെയ്തു. ഇനി ഒന്നുകൂടെ റിഫ്രഷ് ചെയ്ത് നോക്കാം. ഇപ്പൊ റിഫ്രഷ് ചെയ്തപ്പോ സെർച്ച് ടോൺ ഫസ്റ്റ് നെയിം എന്നുള്ള ആ ഒരു സ്ട്രിങ് അവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ കൊറിയും സെലക്ട് സ്റ്റാർട്ട് ഫ്രം എംപ്ലോയീസ് വേർ ഫസ്റ്റ് നെയിം ലൈക്ക് ഇത് ക്വസ്റ്റ്യൻ മാർക്ക് ബൈൻഡ് ചെയ്തിട്ടില്ല. ക്വസ്റ്റ്യൻ മാർക്ക് ലൈക്കും അവിടെ കൊടുത്തിട്ടുണ്ട്, ലിമിറ്റും ഒന്ന്. പിന്നെ അതേപോലെ തന്നെ ആ ഫംഗ്ഷനാലിറ്റി വർക്ക് ആയിട്ടുണ്ട്. അതായത് അൻഷാദ് ഇവിടെ ഉണ്ടോ കണ്ടെയ്ൻസ് ആണ് നമ്മൾ കൊടുത്തത്. അപ്പൊ അവിടെ കറക്റ്റ് അത് വന്നു. സെർച്ച് വാല്യൂല് നമുക്ക് വേണമെങ്കിൽ ആ വാല്യൂ ജസ്റ്റ് ആ വാല്യൂ അവിടെ സെറ്റ് ചെയ്ത് വെക്കാം. അതായത് കാണിക്കുന്ന രീതിയിൽ സെർച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് സെർച്ച് ചെയ്തതെന്ന് നമുക്ക് അവിടെ കാണണ്ടേ. ഇപ്പോ ആ ഫീൽഡ് എംപ്റ്റി ആണ്. ഈ ഫീൽഡ് നോക്കിക്കഴിഞ്ഞാൽ സെർച്ച് കഴിഞ്ഞാൽ അത് എംപ്റ്റി ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ അതിന് പകരം എന്തിന് ആണ് നമ്മൾ സെർച്ച് ചെയ്തതെന്ന് സെർച്ച് ചെയ്തതിന് ശേഷം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് അത് അവിടെ വാല്യൂ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ അതിനുള്ള ഫീൽഡ് എവിടെ ഫോം ഉണ്ട്, നമുക്ക് സെർച്ച് വാല്യൂ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂ ഈക്വൽ ടു PHP നമ്മൾ മുമ്പൊക്കെ ഫീൽഡിലൊക്കെ കൊടുത്തതുപോലെ തന്നെ ആ വേരിയബിൾ അവിടെ കോൾ ചെയ്യാം. ആദ്യം വാല്യൂ 1 കൊടുക്കുക, എന്നിട്ട് വർക്ക് ആയതിനു ശേഷം നമുക്ക് സെക്കൻഡ് നോക്കാം. അപ്പൊ എന്തൊരു ഇഷ്യൂ വന്നിട്ടുണ്ട്, നമുക്കത് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നില്ല. എന്താണ് അതിന്റെ പ്രശ്നം എന്നുള്ളത് നോക്കാം. വാല്യൂ നമ്മൾ ബൈ ഡീഫോൾട്ട് നള്ളാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കതൊരു എംപ്റ്റി ആക്കാം. ഇപ്പോൾ നമ്മൾ കൊടുത്തതിൽ എന്തൊരു മിസ്റ്റേക്ക് ഉണ്ട്, എന്താണെന്ന് നോക്കാം. സെക്കൻഡ് വാല്യൂ സെർച്ച് വാല്യൂ ഈക്വൽ ടു പ്ലേസ് ഹോൾഡർ കൊടുത്തു. ഒക്കെ ജസ്റ്റ് ഒന്ന് അത് നമ്മൾ ചെയ്തത് അൺഡു ചെയ്യാം. ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കാം. എന്നിട്ട് നോക്കാം ഫീൽഡ് വരുന്നുണ്ടോന്ന്. യെസ്, ഫീൽഡ് വരുന്നുണ്ട്. /2 /ൻ്റെതല്ല, വാല്യൂ ഈക്വൽ ടു ജസ്റ്റ് ഒരു സാമ്പിൾ വാല്യൂ കൊടുക്കാം. ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കൊടുത്തു. ആ ടെസ്റ്റ് വരുന്നുണ്ട്. PHP $search വാല്യൂ. ഇപ്പൊ അത് വരുന്നുണ്ട്. നമ്മൾ ആ ഒരു സ്ട്രിങ് വാല്യൂ കഴിഞ്ഞിട്ട് സ്ട്രിങ് ഇട്ടിട്ട് അതിന്റെ ഉള്ളിൽ ആണ് കൊടുത്തത്. അപ്പൊ കറക്റ്റ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു എക്കോ ഒഴിവാക്കാം. എക്കോ സെർച്ച് ടോൺ എന്നുള്ളത് ഒഴിവാക്കി കൊറി അവിടെ നിൽക്കട്ടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ കണ്ടെയ്നൻസ് ഒക്കെ വന്നു. ഇനി ഞാൻ സ്റ്റാർട്ട് വിത്ത് കൊടുക്കണം. സ്റ്റാർട്ട് വിത്ത് അല്ലെങ്കിൽ ഈക്വൽസ് അൻഷാദ് എന്ന് പറഞ്ഞു കൊടുക്കാം. സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അൻഷാദ് ഈക്വൽ ആയിട്ടുള്ള വന്നിട്ടുള്ളൂ. പിന്നെ അതേപോലെ ഈ കണ്ടെയ്ൻസ് എന്ന് പറഞ്ഞ ഡ്രോപ്പ് ഡൗൺ ഞാൻ സെർച്ച് ചെയ്തത് എന്താണ് സ്റ്റാർട്ട് വിത്ത് ആണ്. അപ്പോ അതും സ്റ്റാർട്ട് വിത്ത് അല്ല, ഈക്വൽ ആണ്. അതും ഇവിടെ സെലക്ട് ആയിട്ടില്ല, ബൈ ഡിഫോൾട്ട് സെലക്ട് ആയിട്ടില്ല. അപ്പൊ അതും കൂടെ നമുക്ക് ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. UI ഫിക്സ് ചെയ്യണം. അതേപോലെ തന്നെ സെർച്ച് ടൈപ്പ് മാറുന്ന സമയത്ത് കറക്റ്റ് വരാൻ വേണ്ടിയിട്ട് അതിന്റെ വാല്യൂ ആ ഫോമിൽ സെറ്റ് ചെയ്യാം. അപ്പൊ ഒരു ഡ്രോപ്പ് ഡൗണിലെ ഏതെങ്കിലും ഒരു വാല്യൂ സെലക്റ്റഡ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിന് സെലക്റ്റഡ് എന്നുള്ള ആട്രിബ്യൂട്ട് കൊടുക്കണം. ഉദാഹരണത്തിന് ഈ സ്റ്റാർട്ട് വിത്തിന് ഞാൻ സെലക്റ്റഡ് എന്ന് പറഞ്ഞാൽ കൊടുക്കണം. അപ്പോൾ സെലക്റ്റഡ് എന്ന് പറഞ്ഞാൽ കൊടുത്ത് ഹാർഡ് കോഡ് ചെയ്ത് കൊടുത്താൽ റീഫ്രഷ് ചെയ്താൽ എപ്പോഴും ആ സ്റ്റാർട്ട് വിത്ത് ആയിരിക്കും ഡീഫോൾട്ട് ആയിട്ടുണ്ട്. അതിന് കണ്ടീഷൻ ബേസ് ചെയ്ത് കൊടുക്കണം. എപ്പോഴാണ് ഈ സ്റ്റാർട്ട് വിത്ത് സെലക്റ്റഡ് ആയി നിൽക്കേണ്ടത്? അതായത് നമ്മൾ സെലക്ട് ചെയ്ത സെർച്ച് ടൈപ്പ് സ്റ്റാർട്ട് വിത്ത് ആണെങ്കിൽ ഇത് സെലക്റ്റഡ് ആയി നിൽക്കണം എന്ന് പറയാം. അപ്പൊ നമ്മൾ സെലക്റ്റഡ് എന്നിട്ടിട്ട് അതിന് കണ്ടീഷൻ ഇടാണ്. എപ്പോഴാണ് PHP നമ്മൾ കണ്ടീഷൻ നോക്കാണ്. ഇഫ് $search ടൈപ്പ് = സ്റ്റാർട്ട് വിത്ത്, നമ്മൾ സെർച്ച് ചെയ്ത ടൈപ്പ് സ്റ്റാർട്ട് വിത്ത് ആണെങ്കിൽ
അല്ലെങ്കിൽ എക്കോ, എൽസ് എന്താണ് എക്കോ ഫാൾസ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ടെർണറി ഓപ്പറേറ്റർ ഉപയോഗിക്കാം. ഇവിടെ ഇഫ് കണ്ടീഷൻ പകരം എക്കോ, ടെർണറി ഓപ്പറേറ്റർ ആകുമ്പോൾ എക്കോ തുടക്കത്തിൽ കൊടുക്കണം. എക്കോ സെർച്ച് ടൈപ്പ്, എന്താണ് എക്കോ ചെയ്യേണ്ടത്, സെർച്ച് ടൈപ്പ് ഇതാണെങ്കിൽ സ്റ്റാർട്ട് വിത്ത് ആണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു, ആ ഒരു സ്ട്രിങ് ഒഴിവാക്കി അത് നമ്മൾ പറയാണ് ആണെങ്കിൽ സെലക്ടഡിന്റെ ഉള്ളിൽ സെലക്ടഡ് എന്ന് പറഞ്ഞു കൊടുക്കും സ്ട്രിങ്ങിൽ, അല്ലെങ്കിൽ എം ടി, അങ്ങനെയാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ആ ഒരു കണ്ടീഷൻ നമ്മൾ കോപ്പി ചെയ്തിട്ട് എല്ലാ ഓപ്ഷൻസിനും കൊടുക്കും. എന്നിട്ട് അതിന്റെ ഒരു കണ്ടീഷൻ മാറ്റണം. എല്ലാ ഓപ്ഷൻസിനും വാല്യൂ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പേസ്റ്റ് ചെയ്യണം. ഇനി ഈ കണ്ടെയ്ൻസ് സ്റ്റാർട്ട് വിത്തിന്റെ ഈ ഒരു കണ്ടീഷനുള്ളിൽ കണ്ടെയ്ൻസ് ആക്കി, സ്റ്റാർട്ട് വിത്ത് ഓക്കെ, എൻഡ് വിത്തിന്റെ വാല്യൂ അവിടെ മാറ്റി, ഈക്വൽസിന്റെ സെലക്ഷൻ അവിടെ മാറ്റി, ഗ്രേറ്റർ അവിടെ മാറ്റിയിട്ടുണ്ട്, ലെസ്, ബിറ്റ്വീൻ എല്ലായിടത്തും മാറ്റി. ഇനി നമുക്കിത് വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. പിന്നെ ഓപ്ഷൻസ് സെലക്ട്, നിങ്ങൾക്ക് കുറച്ച് റീഡബിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ ആ വാല്യൂ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ താഴത്തേക്ക് മാറ്റാം. അതായത് ഓപ്ഷനും ഇതൊക്കെ കൊടുത്തു, അതിനുശേഷം കണ്ടെയ്ൻസ് കൊടുക്കും. ഇനി അതെല്ലാം കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ HTML ന്റെ ആ ഒരു ആട്രിബ്യൂട്ട് നിങ്ങൾക്ക് ഓരോ ലൈനിലേക്ക് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് ക്ലോസ് ഇങ്ങനെ കൊടുക്കാം. അപ്പൊ എന്താക്കാൻ പറ്റും, കുറച്ചും കൂടെ നിങ്ങൾക്ക് റീഡബിലിറ്റി കിട്ടും. പക്ഷെ നിങ്ങൾ ഫോർമാറ്റർ നിങ്ങൾ കോൺഫിഗർ ചെയ്തത് നിങ്ങൾ ഓരോ ലൈനിലല്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് അത് ആ ഫോർമാറ്റർ എന്ത് ചെയ്യും, ഒറ്റ ലൈനിലേക്ക് മാറ്റുകയും ചെയ്യും. അപ്പൊ എനിവേ എനിക്ക് ഇങ്ങനെ മതി. അപ്പൊ ഞാനതൊന്ന് ടെസ്റ്റ് ചെയ്യാണ് വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത്. നമ്മളിപ്പോ സെർച്ച് റീഫ്രഷ് ചെയ്യാണ്, നമ്മൾ ബിറ്റ്വീൻ വേണ്ടിയിട്ട് നമുക്ക് ഈക്വൽ ആക്കാം. ഈക്വൽ ആകുമ്പോൾ ബിറ്റ്വീൻ ആണ് കാണിക്കുന്നത്, സെലക്ട് ആയിട്ട് വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്നുള്ളത് നോക്കാം. ബിറ്റ്വീൻ ആണെങ്കിൽ സെലക്റ്റഡ് അല്ലെങ്കിൽ നല്ല ഓപ്ഷനാണ്. ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം എന്താണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇൻസ്പെക്ട് ചെയ്തു, സെലക്ടിന്റെ ആ ഒരു HTML വന്നു. അപ്പോൾ എല്ലാത്തിനും സെലക്റ്റഡ് ഉണ്ട്. ഈക്വൽസിനാണ് സെലക്റ്റഡ് ഈക്വൽ ടു സെലക്റ്റഡ് എന്നുണ്ട്. അപ്പോൾ സെലക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ട് ഒന്നുണ്ട്, ഫോൾസ് ആണ് നമുക്ക് കൊടുക്കേണ്ടത്. എം ടിക്ക് പകരം എന്താണ്, ഫോൾസ്. അപ്പൊ എല്ലായിടത്തും ബൈ ഡീഫോൾട്ട് അതല്ല സെലക്ട് ആയതെങ്കിൽ ഫോൾസ് കൊടുക്കുന്ന രീതിയിൽ നോക്കാം അത് വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത്. ഇനി ഇത് മാറ്റിയിട്ട് ഈക്വൽസ് ആക്കി സെർച്ച് കൊടുത്തു, അപ്പോഴും ബിറ്റ്വീൻ ആണ്. അപ്പൊ നമുക്ക് അങ്ങനെയും കൊടുത്തിട്ട് കാര്യമില്ല. സെലക്റ്റഡ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് വന്നാൽ തന്നെ അത് സെലക്ട് ആവും. അതിൻ്റെ ഉള്ളിൽ ഒരു സ്ട്രിംഗ് വാല്യൂ ആയിട്ടാണ് ഫോൾസ് ഒക്കെ പോകുക. അപ്പൊ എങ്ങനെ ആയി കഴിഞ്ഞാൽ അത് സെലക്റ്റഡ് ആയി നിൽക്കും. അപ്പൊ ലാസ്റ്റ് കൊടുത്തിട്ടുള്ള സെലക്റ്റഡ് ഏതിനാണോ കൊടുത്തത് അതാണ് നമുക്ക് യൂസറിനെ കാണാൻ പറ്റുക. അപ്പൊ എല്ലാം സെലക്റ്റഡ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ലാസ്റ്റ് ആണ് യൂസറിന് കാണാൻ പറ്റുക. അപ്പൊ അതിന്റെ ലോജിക് ഒന്നുകൂടെ നമുക്ക് മാറ്റണം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ ആട്രിബ്യൂട്ട് കൊടുക്കുന്ന ഈ കണ്ടീഷൻ ഓക്കെ ആണെങ്കിലാണ് ഈ ആട്രിബ്യൂട്ട് കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിലേക്ക് മാറ്റണം. അപ്പൊ നമ്മൾ ഈ ഒരു PHP കോഡ് കട്ട് ചെയ്തെടുക്കും, എന്നിട്ട് ആട്രിബ്യൂട്ടിന്റെ അവിടേക്ക് മാറ്റും. അതായത് ഈ ഒരു ആട്രിബ്യൂട്ടിൽ എക്കോ സെർച്ച് ടൈപ്പ് ഡബിൾ ഈക്വൽ സ്റ്റാർട്ട് വിത്ത് ആണെങ്കിൽ എന്താണ്, സെലക്റ്റഡ് അല്ലെങ്കിൽ എം ടി, എന്നിട്ട് ഇവിടുന്ന് ഈ ആട്രിബ്യൂട്ട് എടുത്ത് ഒഴിവാക്കും. അപ്പൊ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ സെലക്റ്റഡ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ആഡ് ചെയ്യും, അല്ലെങ്കിൽ ഒരു എം ടി ആട്രിബ്യൂട്ട് ആഡ് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് അത് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളതും കൂടെ കട്ട് ചെയ്തെടുക്കാം. ഈ സെലക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഒഴിവാക്കി, ഫോൾസ് ഒഴിവാക്കി, എം ടി ആക്കി. അങ്ങനെ എല്ലാ ഓപ്ഷൻസിന്റെ ഞാൻ കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്യണം. എല്ലാ എക്കോയും കഴിഞ്ഞതിന് ശേഷം സെമിക്കോളൻ മിസ്സായിരുന്നു, സെമിക്കോളൻ കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഫോൾസ് ഒക്കെ ക്ലിയർ ആക്കി സെമിക്കോളൻ ഒക്കെ ഇട്ടു. ആട്രിബ്യൂട്ട് പ്രിന്റ് ചെയ്യുന്ന, കണ്ടീഷണൽ ആയിട്ട് ആട്രിബ്യൂട്ട് പ്രിന്റ് ചെയ്യുന്ന രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി റീഫ്രഷ് ചെയ്ത് നോക്കാം. റീഫ്രഷ് ചെയ്തിട്ട് ഈക്വൽസ് ആണ് കൊടുത്ത പഞ്ചായത്ത് ഈക്വൽസ് തന്നെ സെലക്ട് ആയിട്ടുണ്ട്. ഇനി സ്റ്റാർട്ട് വിത്ത് കൊടുക്കാണ്. അപ്പൊ സ്റ്റാർട്ട് വിത്ത് സെലക്ട് ആയിട്ടുണ്ട്. ഇൻസ്പെക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന് മാത്രമേ സെലക്ട് ഉണ്ടാവുള്ളൂ. സെലക്റ്റഡ് എന്ന് പറയുന്നത് ആ ഒരു ആട്രിബ്യൂട്ടിന് ആയിരിക്കും ഉണ്ടാവുക. അതായത് സ്റ്റാർട്ട് വിത്ത് ആണ് സെലക്ട് ചെയ്തത്, നമ്മൾ രണ്ടാമത് സെലക്ട് ചെയ്യും. അപ്പൊ രണ്ടിനും കാണുന്നുണ്ട് എന്താണ് ഇഷ്യൂ എന്നുള്ളത് നോക്കാം. അപ്പൊ നമ്മൾ മാറ്റിയിട്ട് കണ്ടെയ്ൻസ് ഒന്നുകൂടെ കണ്ടെയ്ൻസ് ആക്കാണ്. കണ്ടെയ്ൻസ് ആക്കുമ്പോൾ ഏതാണോ കണ്ടെയ്ൻസ് അതിനുള്ള മാത്രം ഓക്കെ ഒന്ന് റീഫ്രഷ് ആവുന്നതിന്റെ ഇഷ്യൂ ആയിരുന്നു. അപ്പൊ കണ്ടെയ്ൻസിന് മാത്രം സെലക്റ്റഡ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതേ ലോജിക്ക് തന്നെ ഇവിടെയും ഈ ഒരു സെർച്ച് ഫീൽഡിനും കൂടെ അപ്ലൈ ചെയ്യണം. അത് ഞാൻ മാനുവലായിട്ട് പോയിട്ട് അപ്ലൈ ചെയ്യണം. നമ്മൾ ഫോർമാറ്റർ ഉപയോഗിക്കുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ട്, അതായത് നമ്മൾ PHP ഫയലിലുള്ള HTML-ന്റെ ഓരോ ആട്രിബ്യൂട്ടും ഓരോ ലൈനിൽ വരാൻ. ഇപ്പൊ ഈ ഇൻപുട്ടിന്റെ നോക്കി കഴിഞ്ഞാൽ ഇൻപുട്ട് ടൈപ്പ് ഹിഡൻ, ഫസ്റ്റ് ആട്രിബ്യൂട്ട് അതേ സെയിം ലൈൻ വന്നു, അടുത്ത ആട്രിബ്യൂട്ട് നെക്സ്റ്റ് ലൈനിൽ. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു റീഡബിലിറ്റി കുറച്ച് ഇമ്പ്രൂവ് ആവും. അതായത് നമുക്ക് കറക്റ്റ് വായിച്ചെടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ കുറെ കോഡൊക്കെ കൊടുത്തിട്ട് നമ്മൾ HTML PHP ഒക്കെ ആകുമ്പോൾ ആകെ കൺഫ്യൂഷൻ ആവുകയും നമുക്ക് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് വരും. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷനിൽ സെർച്ച് ഫീൽഡിന്റെ ഓപ്ഷൻ ഫസ്റ്റ് നെയിമിന്റെ അവിടെ വാല്യൂ ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ നമ്മൾ ഡൈനാമിക് ആയിട്ട് സെലക്ടഡ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ആഡ് ചെയ്യുന്നത് അടുത്ത ലൈനിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ അത് ക്ലോസ് ചെയ്ത് പിന്നെ അതിന്റെ ടെക്സ്റ്റ് പിന്നെ അതിന്റെ ക്ലോസിംഗ് ടാഗ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് റീഡബിലിറ്റി ഇമ്പ്രൂവ് ആവും. അപ്പൊ ആട്രിബ്യൂട്ട് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ നമ്മൾ സെലക്ടഡ് കൊടുക്കുന്നത് എങ്ങനെയാണ്, ആ സെർച്ച് ഫീൽഡ്, അതായത് ഈ ഫീൽഡിന്റെ നെയിം എന്താണ്, സെർച്ച് ഫീൽഡ്. അപ്പൊ അതിന്റെ വേരിയബിൾ നമ്മൾ നോക്കുകയാണ്. ആ വേരിയബിൾ അതിന്റെ വാല്യൂ ഫസ്റ്റ് നെയിം ആണെങ്കിൽ സെലക്ടഡ് അല്ലെങ്കിൽ എം
സെലക്ട്. അപ്പോൾ സെലക്ടഡ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് അവിടെ വരും. അപ്പോൾ അതെല്ലാം നമ്മൾ സെർച്ച് ഫീൽഡിന് ചെയ്തു. അതേപോലെ തന്നെ സെയിം തന്നെ നമ്മൾ സെർച്ച് ടൈപ്പിന് ചെയ്തിട്ടുണ്ട്. പിന്നെ വാല്യൂ സെറ്റ് ചെയ്യുന്നത് നമ്മൾ സെർച്ച് വാല്യൂ സെറ്റ് ചെയ്തു. പിന്നെ അതേപോലെ തന്നെ വാല്യൂ 2നുള്ള സെർച്ച് വാല്യൂ 2ഉം സെറ്റ് ചെയ്തിട്ടുണ്ട്. വാല്യൂ മറന്നു പോരുത്, എല്ലാം സെറ്റ് ചെയ്തു. അപ്പൊ ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് ഫോർമാറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡിന്റെ സെറ്റിംഗ്സിൽ വരും. അത് കോഡ് എന്ന് പറഞ്ഞ മെനുവിൽ ക്ലിക്ക് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങൾ സൈഡ് ബാറിലുള്ള സെറ്റിംഗ്സ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തോ സെറ്റിംഗ്സിൽ വരാം. സെറ്റിംഗ്സിൽ പോയി സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് അതിൽ മുകളിലുള്ള ഈ ഒരു ഐക്കൺ, അതായത് നിങ്ങൾ ജേസണിലേക്ക് പോകേണ്ട ഓപ്പൺ സെറ്റിംഗ്സ് ബ്രാക്കറ്റിൽ ജേസൺ ആണ്, ജേസണിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത് ഇതാണ്, HTML ഡോട്ട് ഫോർമാറ്റ് ഡോട്ട് റാപ്പ് ആട്രിബ്യൂട്ട്സ് സ്പെല്ലിംഗ് ഒക്കെ നോക്കണം. എന്നിട്ട് അതിൽ ഫോഴ്സ് അലൈൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് HTML അല്ലാതെ നിങ്ങൾക്ക് ചെയ്യാം. അതായത് ഇവിടെ വന്ന സെറ്റിംഗ്സിൽ സെർച്ച് ചെയ്തിട്ട് റാപ്പ് ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യാം. അപ്പൊ അതിൽ റാപ്പ് ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ HTML ഫോർമാറ്റ് റാപ്പ് ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ GUIയിൽ നിങ്ങൾക്ക് കാണാം. എന്നിട്ട് അതിൽ ഫോഴ്സ് അലൈൻഡ് എന്ന് സെലക്ട് ചെയ്യാം. അത് സേവ് ചെയ്താൽ മതി. അതിനുശേഷം എക്സ്റ്റൻഷനിൽ പോവാം. അവിടെ pretty PHP എന്ന് പറഞ്ഞ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. pretty PHP എന്ന് പറഞ്ഞാൽ pretty-php ഈ ഒരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു HTML ഫയൽ, നിങ്ങളുടെ PHP ഫയൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് Ctrl+Shift+P അല്ലെങ്കിൽ Command+Shift+P അടിക്കുക. എന്നിട്ട് ഫോർമാറ്റ് ഡോക്യുമെന്റ് വിത്ത് എന്ന് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അതിൽ കോൺഫിഗർ ഡീഫോൾട്ട് ഫോർമാറ്റ് എന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൽ pretty PHP എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും, ബൈ ഡീഫോൾട്ട് എല്ലാ PHP ഫയലിനും ഇനി അങ്ങോട്ടേക്ക് pretty PHP ആയിരിക്കും നിങ്ങളെ കോഡ് ഫോർമാറ്റ് ചെയ്യുന്നത്. അപ്പൊ pretty PHP ഈ ഒരു സെറ്റിംഗ്സ് കൂടെ കൺസിഡർ ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പർ ആയിട്ട് നമ്മൾ ടാഗ് ഒക്കെ കറക്റ്റ് കിട്ടുന്ന ചെയ്യും. ഇനി ഒന്നുകൂടെ നമുക്ക് ഫംഗ്ഷനാലിറ്റീസ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഈ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്തു, പിന്നെ എംപ്ലോയീസിൽ ക്ലിക്ക് ചെയ്തു. അപ്പൊ ജസ്റ്റ് ഇൻഡെക്സിലേക്ക് വന്നു. സെലക്ട് സ്റ്റാർ ഫ്രം, അവിടെ ഇപ്പോൾ കണ്ടീഷൻസ് ഒന്നുമില്ല. ഞാനിവിടെ ലാസ്റ്റ് നെയിം എൻഡ് വിത്ത് വട്ടപ്പോയിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സെർച്ച് കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് ലാസ്റ്റ് നെയിം വട്ടപ്പോയിലായിട്ട് എൻഡ് ചെയ്യുന്ന റിസൾട്ട് കിട്ടിയിട്ട് സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയീസ് വേർ ലാസ്റ്റ് നെയിം ലൈക്ക്, ആ ലൈക്ക് കൊറിയാണ് അവിടെ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് സാലറിയിൽ ബിറ്റ്വീനും കൂടെ ടെസ്റ്റ് ചെയ്യണം. നമുക്ക് ബിറ്റ്വീന് കൊടുത്തപ്പോൾ നമ്മളെ വാല്യൂ ഇവിടെ കറക്റ്റ് ചേഞ്ച് ആയിട്ടില്ല. അതെന്താണെന്നുള്ള കറക്റ്റ് നോക്കണം. നമുക്ക് തൽക്കാലം ലെസ് ദാൻ കൊടുക്കാം. ലെസ് ദാൻ 10,000 എന്ന് കൊടുത്തു. സെർച്ച് കൊടുത്തപ്പോൾ 10,000-നേക്കാൾ കുറവുള്ള ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ സാലറി ലെസ് ദാൻ ആ കൊറി അവിടെ വന്നിട്ടുണ്ട്. വേർ സാലറി ലെസ് ദാൻ എന്താണ് നമ്മൾ കൊടുത്ത സാലറി അതിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ആ വാല്യൂ 2 എന്തുകൊണ്ടാണ് വരാത്തത് എന്നുള്ളത് നോക്കാം. ഓൺ ചേഞ്ചിൽ ടോഗിൾ ബിറ്റ്വീൻ എന്ന ഫംഗ്ഷൻ വിളിക്കുന്നുണ്ട്. ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആയിട്ടുണ്ടോ എന്നുള്ളത് ആദ്യം നമുക്ക് ചെക്ക് ചെയ്യാം. അതിൽ നമുക്ക് കൺസോൾ ലോഗ് ചെയ്ത് നോക്കാം. console.log ജസ്റ്റ് ഹിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ലോഗ് ലെവലിലുള്ള ഡീബഗിംഗ് ആണ് ഇപ്പൊ ചെയ്യുന്നത്. ബ്രൗസർ ബേസ്ഡ് ഡീബഗിംഗ് ഉണ്ട്, അത് തൽക്കാലം ഇപ്പൊ ചെയ്യുന്നില്ല. പിന്നെ സെർച്ച് ടൈപ്പ് എന്താണെന്നുള്ളതും കൂടെ കൺസോൾ ലോഗ് ചെയ്ത് നോക്കാം, എന്താ വരുന്നുള്ളത്. console.log സെർച്ച് ടൈപ്പ്, പിന്നെ ബിറ്റ്വീൻ ഇൻപുട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് അതും കൂടെ കൺസോൾ ലോഗ് ചെയ്ത് നോക്കാം. console.log ബിറ്റ്വീൻ ഇൻപുട്ട് എന്നിട്ട് സേവ് ചെയ്ത് വെച്ചു. സേവ് ചെയ്തതിനു ശേഷം പേജ് റീഫ്രഷ് ചെയ്തിട്ട് ലെസ് ദാൻ മാറ്റി ബിറ്റ്വീൻ ആക്കണം. അതിന്റെ മുമ്പ് കൺസോൾ ഓപ്പൺ ചെയ്തേക്കുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്തു കൺസോൾ. അതിനുശേഷം ബിറ്റ്വീൻ ആക്കിയപ്പോ ഹിയർ ബിറ്റ്വീൻ നള്ള് മൂന്നാമത്തെ നള്ളാണ്. ഹിയർ ആ ഫംഗ്ഷൻ ഉള്ളിൽ കയറുന്നുണ്ട്, ബിറ്റ്വീൻ വാല്യൂ കിട്ടുന്നുണ്ട്, നള്ളാണ്. പിന്നെ ഒരു എറർ വന്നിട്ടുണ്ട്, cannot read properties of null reading style. നള്ളിലാണ് നമ്മൾ സ്റ്റൈൽ കൊടുക്കണം. അപ്പൊ ആ എലമെന്റ് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു എലമെന്റ് ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID ബിറ്റ്വീൻ വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ID ഉണ്ടോ നോക്കാം. ID ഉണ്ട്, പക്ഷെ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സ്പേസ് വന്നിട്ടുണ്ട്. ഇപ്പൊ നോക്കാം, അവിടെ ഒരു സ്പേസ് വന്നോണ്ട് അങ്ങനെ ഒരു ID ഉള്ളതായിട്ട് വരില്ല, അത് മിസ്റ്റേക്ക് ആവും. പിന്നെ ഒന്നുകൂടെ പേജ് റീഫ്രഷ് ചെയ്തു. അതിനുശേഷം ബിറ്റ്വീൻ സെലക്ട് ചെയ്തപ്പോൾ ആ ഒരു ബിറ്റ്വീൻ വാല്യൂ വന്നിട്ടുണ്ട്. ഇനി ഞാൻ അവിടെ വാല്യൂ നമ്മൾ ഒരു 50,000 to 70,000 എന്നാണ് കൊടുക്കുക ബിറ്റ്വീൻ വാല്യൂ. അപ്പൊ 55,000 വന്നിട്ടുണ്ട്, 54, അങ്ങനെ ആ ഒരു 57,000 റേഞ്ചിലുള്ള വരുന്നുണ്ട്. അടുത്ത പേജിലേക്ക് പോയപ്പോൾ അവിടെ നമ്മൾ ആ വാല്യൂ പെർസിസ്റ്റ് ആണ്, അതായത് നമ്മൾ പാസ് ചെയ്ത വാല്യൂ ഇപ്പോഴും അവിടെ ഉണ്ട്. അതായത് 5,000 ഉണ്ട്, 70,000 ഉണ്ട്. ബിറ്റ്വീൻ ഈ വാല്യൂന്റെ ഇടയിലാണ്. സെർച്ച് ടൈപ്പ് ബിറ്റ്വീൻ ആണ്, സെർച്ച് ഫീൽഡ് സാലറി ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പേജ് 2 എല്ലാം വരുന്നുണ്ട്. പക്ഷെ ആകെ ഒന്ന് വരാത്തത് ഒന്ന് മാത്രമാണ്, വാല്യൂ 2 അവിടെ പ്രിന്റ് ആയി വന്നിട്ടില്ല അടുത്ത പേജിലേക്ക് പോകുമ്പോൾ.
അപ്പൊ അതിന്റെ കൂടെ നമ്മൾ കണ്ടീഷൻ എഴുതേണ്ടതുണ്ട്. ഇങ്ങനെ ഓരോ ഫംഗ്ഷനാലിറ്റിയും ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു ഫംഗ്ഷനാലിറ്റി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിന്റെ നെഗറ്റീവും പോസിറ്റീവും സിനാരിയോസ് അല്ലെങ്കിൽ ഹാപ്പി പാത്ത് എന്ന് പറയും. ഹാപ്പി പാത്ത് മാത്രം ടെസ്റ്റ് ചെയ്താൽ പോരാ, പോസിറ്റീവ് നെഗറ്റീവ് രണ്ട് സിനാരിയോ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ടെസ്റ്റ് ചെയ്തിരിക്കണം. അപ്പൊ നമ്മൾ ആ കാര്യം കൂടെ ഒന്ന് ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. ജാവാസ്ക്രിപ്റ്റിൽ പോയിട്ട് നമ്മൾ കൺസോൾ ഒന്ന് ഒഴിവാക്കാണ്. നമ്മൾ ടെസ്റ്റ് ചെയ്ത വർക്കിംഗ് ആയി, ഇനി കൺസോളിന്റെ ആവശ്യമില്ല, ആ കൺസോൾ എടുത്ത് കളയാണ്. അപ്പൊ കൺസോൾ കളഞ്ഞു. ഇനി ഇവിടെ വന്നിട്ട് ഈ ഒരു ബിറ്റ്വീൻ വാല്യൂ എപ്പോഴാണ് ഡിസ്പ്ലേ ഉണ്ട്? ബൈ ഡീഫോൾട്ട് ആ പേജ് റീഫ്രഷ് ആവുകയാണ് ചെയ്യുന്നത്. പേജ് 2 ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പേജ് വീണ്ടും ലോഡ് ചെയ്യും. അപ്പൊ അത് ഡിസ്പ്ലേ നൺ ആവും ബൈ ഡീഫോൾട്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസ്പ്ലേ നൺ കൊടുക്കുന്ന കണ്ടീഷൻ ബേസ്ഡ് ആയിരിക്കണം. അപ്പൊ കണ്ടീഷൻ ബേസ്ഡ് എന്താണ് കണ്ടീഷൻ? ഞാൻ നേരത്തെ ഇവിടെ empty കൊടുത്തിരുന്നത് അത് നള്ളാക്കി മാറ്റാണ്. സെർച്ച് വാല്യൂ നള്ളാണ്. ഇനി സെർച്ച് വാല്യൂ 2 ഉണ്ടെങ്കിൽ അത് ഡിസ്പ്ലേ ബ്ലോക്ക് ആയിരിക്കണം, അല്ലെങ്കിൽ ഡിസ്പ്ലേ നണ്ണ്, അങ്ങനെ കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വാല്യൂ വെച്ചിട്ട് കണ്ടീഷൻ എഴുതാം. ഡിസ്പ്ലേ ഈ ഒരു നണ്ണിന് പകരം നമുക്ക് എക്കോ ചെയ്യാം. PHP എക്കോ വാല്യൂ ഉണ്ടെങ്കിൽ എന്താണ് ബ്ലോക്ക്, എൽസ് കോളൻ എന്താണ് നൺ. ഇനി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മൾ ആ രണ്ട് വാല്യൂ ഉള്ളത് കൊണ്ട് ആ ഫീൽഡ് ഡിസ്പ്ലേ ആയിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് എല്ലാം വർക്കിംഗ് ആണ്. ഇനി എംപ്ലോയിൽ പോയിട്ട് ആ ക്വറി നമ്മൾ എക്കോ ചെയ്യുന്നത് റിമൂവ് ചെയ്ത് കളയാം. ഇപ്പോൾ നമ്മൾ ഫംഗ്ഷനാലിറ്റീസ് പെർഫെക്റ്റ് ആണ്. ഇനി നമ്മൾ സോർട്ടിംഗ് കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോർട്ടിംഗ് ചെയ്തപ്പോൾ ആ ഒരു പേജിനേഷൻ വന്നു. അത് സോർട്ട് ഫസ്റ്റ് നെയിം ഓർഡർ അസെൻഡിങ്, പേജ് 2 സെർച്ച് ചെയ്തത് വന്നു. അപ്പൊ കറക്റ്റ് എല്ലാം നമുക്ക് പ്രോപ്പർ ആയിട്ട് വന്നിട്ടുണ്ട്. 3 ഫംഗ്ഷനാലിറ്റീസും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാത്തിന്റെ നെഗറ്റീവും പോസിറ്റീവ് സിനാരിയോസ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു.